നമ്മൾ സിനിമകൾ എടുക്കുകയാണെങ്കിൽ പൊതുവെ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തമിഴ് സിനിമകൾ അല്ലെങ്കിൽ അവിടെയുള്ള ആരാധകരോട് പ്രത്യേക ഇഷ്ടം കാണിക്കുന്നവരാണ് തമിഴ് ആരാധകർ എന്ന് പറയുന്നത്. അവിടെയുള്ള താരങ്ങളോടെല്ലാം അവർ പ്രത്യേക ഇമോഷണലി അവർ കുറച്ചുകൂടി കൂടുതലായിട്ട് കണക്ട് ആവും. അവര് ഒരു ആക്ടേഴ്സ് എന്ന രീതിയിലല്ല അവരെ കാണുക, ഒരു ദൈവത്തിനെ പോലെയാണ്. അതെ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാള് അല്ലെങ്കിൽ ആ ക്യാരക്ടർ എന്താണോ അതനുസരിച്ചിട്ടാണ് അവിടെയുള്ള ആൾക്കാരെ കാണുന്നത്. പിന്നീട് തീർച്ചയായിട്ടും നമ്മളിപ്പോ തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാല് അവിടുത്തെ ഓട്ടോയും അതൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം, രജനീകാന്തിന്റെ ഒക്കെ ഫോട്ടോയും. അത് മാത്രമല്ല, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ നടന്മാരെ പറ്റിയോ നടിമാരെ പറ്റിയോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവര് ചിലപ്പോൾ കൂട്ടത്തോടെ നമ്മൾ ആക്രമിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത്രത്തോളം ആരാധനയുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രശസ്ത നടിയായിട്ടുള്ള നമ്മുടെ ഖുഷ്ബുവിന് വേണ്ടിയിട്ട് ഒരു അമ്പലം വരെ പണിതിട്ടുണ്ടായിരുന്നു അവര്. അതുപോലെ തന്നെ ആ ഒരു ഖുഷ്ബു ഇഡലി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഒരു ഇഡലി വരെ തയ്യാറാക്കി അങ്ങനെ താരാരാധന കാണിച്ചിട്ടുള്ളവരാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ. അതുപോലെ തന്നെയാണ് നമുക്ക് എടുത്തു പറയാവുന്നവരാണ് നമ്മുടെ രജനീകാന്തിന്റെ ആയാലും ജയലളിത ആയാലും മറ്റ് ആക്ടേഴ്സിനെല്ലാം തന്നെ അവർ ഇതുപോലെ പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഖുഷ്ബുവിൻ്റെ ഒരു താരാരാധന പിന്നീട് അവർക്ക് വളരെയധികം വിമർശനം നേരിടേണ്ടി വന്ന ഒരു പരാമർശം ഖുഷ്ബു നടത്തുകയും അതിലൂടെ ഖുഷ്ബുവിന് നെഗറ്റീവായിട്ട് അവിടെ ഒരു നെഗറ്റീവ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഖുഷ്ബു പാർട്ടിയിൽ പിന്നീട് സിനിമ അഭിനയം നിർത്തി ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം പാർട്ടിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന്റെ തുടക്കം DMK-യിലായിരുന്നുവെങ്കിലും പിന്നീട് BJP-യിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇതുപോലെ പറയുകയുണ്ടായി, കല്യാണത്തിന് മുൻപുള്ള സെക്സ് യാതൊരു വിധത്തിലും ഒരു വലിയൊരു പ്രശ്നമാക്കി കാണിക്കേണ്ട കാര്യമില്ല, അതൊരു നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെയുള്ള ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരികയും എല്ലാവരും ഇത്രയും ആരാധനയോടെ കാത്തിരുന്ന ആളുകൾ എല്ലാവരും ഈ ഖുഷ്ബുവിനെതിരെ തിരിയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു പരാമർശം മൂലം മാത്രം 22 കേസുകളാണ് ഖുഷ്ബുവിനെതിരെ ചുമത്തപ്പെട്ടിരുന്നത്. അതിനുശേഷം ഈ 22 കേസുകളും പിന്നീട് അതിന്റെ ബാലൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് 22 കേസുകൾ മാറുകയായിരുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ ഏതൊരു സ്ഥാനത്ത് നിന്നാലും കുറെ അധികം ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു നിലപാടെടുത്ത് ഒന്നിനും പറയാൻ പറ്റില്ല എന്നുള്ളത് ഒരു കാര്യം എനിക്ക് അതിനകത്ത് തോന്നി. കാര്യം ഖുഷ്ബു എന്നൊരു വ്യക്തിയുടെ ഉള്ളിൽ തോന്നിയൊരു കാര്യമാണ്, അത് തെറ്റല്ല എന്നുള്ളത്. അതിപ്പോ ഒരു വേദിയിൽ എന്താ പറയാ, അവള് ഈ ഖുഷ്ബു എന്ന് പറയുന്ന ആള് ഒരു ആൾക്കാരിൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിക്കും ഒരു ആക്ടർ എന്നുള്ള രീതിക്കും ഒക്കെ ആൾക്കാർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അപ്പോൾ ഒരു വേദിയിലും അത്തരത്തിലുള്ള പരാമർശം പാടില്ല എന്നുള്ള രീതിക്കായിരിക്കും ഒരു പക്ഷേ ആൾക്കാർ അത്രയും പേരും ചൂഷണം ചെയ്തത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേത്രി എന്ന നിലയിലാണ് ആ വ്യക്തിനെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും അവർക്ക് ദഹിക്കാത്തത്. പ്രഭുവിന്റെ കൂടെ ഖുഷ്ബു അഭിനയിച്ചിട്ടുള്ള ചിന്നത്തമ്പി എന്ന സിനിമ വളരെയധികം ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു ക്ലൈമാക്സ് വേർഷനിൽ ഒരു കുപ്പിച്ചിലൊക്കെ കൊണ്ടിട്ട് കാലിൽ കൊണ്ടിട്ട് ഓടുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കയ്യടികളും അല്ലെങ്കിൽ അതിന്റെ കൂടെ കരഞ്ഞ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ ഖുഷ്ബുവിന്റെ സന്തോഷം അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിൽ അതുപോലെ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ സങ്കടത്തിൽ അതുപോലെ സങ്കടം കാണിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴും അവിടെയുള്ള ആൾക്കാർ ആ ഒരു ആക്ടർ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് അതനുസരിച്ചിട്ടാണ് ആ വ്യക്തിനെ ഇപ്പോഴും കണ്ടിട്ടുള്ളത്. ഒരു പ്രത്യേക ഒരു വ്യക്തി എന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾ പറയുന്ന മറ്റു കാര്യങ്ങളൊന്നും തന്നെ ആളുടെ സ്വന്തം കാര്യങ്ങളാണ് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, ആളുടെ നിലപാടാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ആ ഒരു ക്യാരക്ടറിന്റെ ബേസിലാണ് ഇപ്പോഴും ആൾ പറയുന്ന കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുന്നത്. അത് ഇപ്പോൾ അവരെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു കൂടുതൽ അങ്ങനെ ചിന്തിക്കാത്ത ഒരുപാട് ആൾക്കാർ ആരാധകരുടെ മിക്കവരുടെയും ഉള്ളിൽ അവരിഷ്ടപ്പെടുന്ന ഒരു നടനോ അല്ലെങ്കിൽ നടിയോ അവർ ആ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്നുള്ളൊരു വിചാരമുണ്ട്. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല സീരിയലിലാണെങ്കിലും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പലവരും പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇപ്പം നമുക്ക് കുറച്ച് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാരക്ടർ ആണെങ്കിൽ അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന രീതിക്കൊക്കെ നമ്മൾ പല വാർത്തകളും ഒക്കെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊന്നും തന്നെയാണ് ഇപ്പോൾ സൂര്യ പറയുന്നത്. കാര്യം എന്താണ് യാഥാർത്ഥ്യം, അവരുടെ ആ ഒരു വ്യക്തിത്വത്തിനെ അല്ല മനസ്സിലാക്കുന്നത്, ആ ഒരു ക്യാരക്ടറിനെ തന്നെയാണ് ഇപ്പോഴും അവരിൽ ജീവിക്കുന്നതെന്നുള്ളൊരു രീതിക്കാണ് ചിന്തിക്കുന്നത്. ഇപ്പം ഈ പറഞ്ഞ നമ്മുടെ ഖുഷ്ബു പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് സെക്സ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിക്കാണ് ഖുഷ്ബു പറഞ്ഞത്. അത് ഖുഷ്ബുവിന്റെ നിലപാടാണ്. അത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാം, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. അതിന്റെ പേരിൽ നമുക്കൊരു വിമർശനം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമാ നടി എന്നതിനുപരി ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവൊക്കെ ആകുമ്പോൾ അതിനുപരി ഹേറ്റേഴ്സ് കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അത്തരത്തിലൊരു നടനാണ് നമ്മുടെ സുരേഷ് ഗോപി എന്ന് പറയുന്നത്. സുരേഷ് ഗോപിയെ
സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. ആരും സുരേഷ് ഗോപിനെ അങ്ങനെ അധികം കുറ്റം പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ കോടീശ്വരൻ എന്ന പരിപാടിയിലൂടെയും ജനപ്രിയനായി മാറി. അതിനുശേഷം അദ്ദേഹം BJP എന്നുള്ള ഒരു പാർട്ടിയിലേക്കും ആ പാർട്ടി നേതാവ് എന്നുള്ള രീതിക്കും മുന്നോട്ട് വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റേഴ്സ് വന്നത്. അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും ചാണകം എന്ന് വരെയും പറഞ്ഞ് സംഘി എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ വിമർശിക്കുകയും പരാമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അദ്ദേഹം ജയിച്ചത് തന്നെ ആ ഒരു വ്യക്തിനെ നോക്കി, വ്യക്തിനെയല്ല, ആ ഒരു അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകള് അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മിക്കവരും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം ആ ഒരു പ്രതിനിധീകരിക്കുന്ന പാർട്ടി വെച്ചിട്ട് ഒരുപാട് ഹേറ്റേഴ്സും ഉണ്ട്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഖുഷ്ബുവിൻ്റെ കാര്യത്തിലും. ഖുഷ്ബു പറഞ്ഞത് ഖുഷ്ബുവിൻ്റെതായ ഒരു കാര്യമാണ്. അത് അംഗീകരിക്കേണ്ടവർക്ക് അംഗീകരിക്കാമായിരുന്നു, അല്ലാത്തവർക്ക് അത് തള്ളിക്കളയാം എന്നുള്ളതേ ഉള്ളൂ. അത് ഏതൊരു കാര്യത്തിലും, ഇപ്പം ഖുഷ്ബു എന്നല്ല, ഏതൊരു വ്യക്തി എന്ത് കാര്യം പറഞ്ഞാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിൽ തള്ളിക്കളയാന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതെ, ഇതിപ്പം ഇങ്ങനത്തെ കേസുകളൊക്കെ ഒരുപാട് നടക്കുന്നതാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പരാമർശം നടത്തുമ്പോൾ നമ്മളെ ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ നിൽക്കണം, അങ്ങനെ നീ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നതൊക്കെ ശരിക്കും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിലപാട് എവിടെയായാലും നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അതെ, മൗലിക അവകാശങ്ങൾ പ്രകാരം നമുക്ക് അത്തരത്തിലൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അഭിപ്രായം പറയുന്നതിൽ തെറ്റുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും ഈ ഖുഷ്ബുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു അമ്പലം, ഖുഷ്ബുവിന് വേണ്ടി പണിതിട്ടുള്ള അമ്പലം എല്ലാം മാറ്റുകയും അതിപ്പോ ഒരു കുട്ടികൾക്കുള്ള കളിസ്ഥലമാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ നമ്മുടെ ആരാധനയും മനസ്സിലാക്കുക. സിനിമയിലൂടെ കിട്ടിയ ആരാധനയെല്ലാം അങ്ങനെ തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയായിരുന്നു. ആ ഒരു പരാമർശം നടത്തിയതിലൂടെ ഇല്ലാതായിരുന്നു. ഒരു പരാമർശം അല്ലെങ്കിൽ ഒരു വാക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു നിമിഷത്തെ എന്തെങ്കിലും ഒരു കാര്യം മതി നമുക്ക് നമ്മുടെ പിന്നിലുണ്ടായിരുന്ന 1000 പേര് ഒറ്റടിക്ക് മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നും വലിയ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഈ ആരാധന എന്ന് പറയുന്നത് അതിലും നമുക്കൊരു ലോജിക് ഉണ്ട്. നമ്മൾ ആരാധന എന്നുള്ളത് വേറെ. ഈ പറഞ്ഞ എല്ലാ സിനിമാ നടന്മാരും നടിമാരും ഒരിക്കലും ഈ പറഞ്ഞ എല്ലാവരെയും ഓർത്തിരിക്കുന്നൊന്നുമില്ല. അവരൊരു വേദിയിൽ നിൽക്കുമ്പോൾ കാണുന്ന 1000 പേര്, അവരുടെ കണ്ണിൽ ആ 1000 പേര് ഒരുമിച്ച് വരുന്നുള്ളൂ. ഓരോരുത്തർ സ്പെഷ്യലായിട്ട് അവരുടെ ഉള്ളിലോട്ട് വരുന്നില്ല. എന്നാൽ നമ്മളെന്താ ഇങ്ങനെ അവർ പറയുന്ന ഓരോ വാക്കിനും പ്രതികരിക്കുന്നു, കേസിന് പോകുന്നു. ഇതിനു വേണ്ടിയിട്ട് തന്നെ കുറേ ആൾക്കാർ നടക്കുന്നു. ആരാധന വേണം, പക്ഷേ ഇതിപ്പോൾ ഖുഷ്ബുവിൻ്റെ കേസ് കണ്ടിട്ട് അമ്പലം പൊളിച്ചു മാറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് വേറൊരു രീതിക്ക് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് അമ്പലം തന്നെ ശരിക്കും ആവശ്യമില്ലാത്തതാണ്. അവരുടെ ആരാധന മൂത്തിട്ട് ചെയ്ത ഒരു അതിനുശേഷം ദേഷ്യം വന്നപ്പോൾ അത് കളഞ്ഞു. അപ്പൊ എന്തായാലും ആ ഒരു പരാമർശം നടത്തിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു സംഭവം നടന്നത്. എന്തായാലും അത് നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ പേരിൽ ഒരു കൂട്ടം ആൾക്കാർ തിരിയുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാനും കഴിയില്ല. എന്തായാലും ഇങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മുടെ ഇവിടെ ചുറ്റുമുള്ളതാണ്. ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു കേസായിരുന്നു. നമ്മൾ വീണ്ടും ഇത് ഈ ഖുഷ്ബുവിന്റെ കാര്യം എടുത്തപ്പോൾ ഇങ്ങനെ പറഞ്ഞതാണ്. അതിന്റെ പേരിൽ തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, നമുക്ക് നമ്മുടെ അഭിപ്രായം എവിടെയായാലും എങ്ങനെയായാലും ഒരുപാട് പേര് തിരിഞ്ഞാലും, നമ്മളെ സ്നേഹിക്കുന്നവർ തന്നെ നമുക്കെതിരെ തിരിഞ്ഞാലും, നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ അത് എവിടെയാണെങ്കിലും പ്രകടിപ്പിക്കാം. അതിനൊരു മടിയും കൂട്ടേണ്ട കാര്യമില്ല.